Hey guys, welcome back to ടെക്കുത്താർബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് നമ്മുടെ PUBG ഗെയിമേഴ്സ് എല്ലാവരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഗൈസ്. സോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ അപ്ഡേറ്റോട് കൂടി തന്നെ ഒരു പുതിയൊരു ഫീച്ചർ വന്നു. അതായത് നല്ല കട്ട ലാഗാണ് ഗൈസ്, ഫുള്ള് ലാഗാണ് ഗൈസ്. ഇപ്പോൾ എല്ലാ ഗെയിമേഴ്സിനും ഇപ്പോൾ ഒറ്റൊരു കംപ്ലൈൻറ്റ് ഉള്ളൂ, അതായത് ഭയങ്കര ലാഗാണ്, കളിക്കുമ്പോൾ ഭയങ്കര ലാഗാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കുറച്ച് പേരൊക്കെ പറഞ്ഞു, അതായത് ഈ ലാഗ് ഇല്ലാണ്ട് കളിക്കാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതായത് നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്, അതൊക്കെ മാറ്റാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലാഗ് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും ഗൈസ്. സോ വീഡിയോയിലൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ 10,000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്യാനായി. സോ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. സോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. ഒരു സെറ്റിങ്സ് മാറ്റാനുണ്ട്. ഫസ്റ്റ് തന്നെ സെറ്റിങ്സിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ താഴോട്ടേക്ക് എടുത്താൽ നമ്മുടെ സിസ്റ്റം എന്നൊരു പറഞ്ഞ ഓപ്ഷൻ കാണും. ആ സിസ്റ്റത്തിൽ നമ്മൾ ഒരു എബൌട്ട് ഡിവൈസ് എടുക്കുക. എബൌട്ട് ഡിവൈസ് എടുത്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യാൻ നിങ്ങളിവിടെ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണും. അത് എല്ലാത്തിലും ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇത് 2-3 വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ അണേബിൾ ആവും. ഇങ്ങനെ യു ആർ നൗ എ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്നിട്ട് ബാക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ പോകുമ്പോൾ നമ്മുടെ ഫോഴ്സ് 4XMSAA എന്നൊരു ഓപ്ഷൻ കാണും. അതായത് മൾട്ടി സാമ്പിളിംഗ് ആൻറ്റി ആനലൈസിങ് എന്നാണ് അതിൽ പറയുക. അതായത് 4 times ആയിട്ട് അത് ഓൺ ആവും. ഇതേ ഒരു ഓപ്ഷൻ നമ്മളെ ഗെയിമിലും ഉണ്ട്, എല്ലാ അധിക ഗെയിംസിലും ഉണ്ടാവും. ഇത് ഓൺ ആയിട്ടാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾ ആൻഡ്രോയിഡിൽ ഓൺ ആക്കണം. ഇവർ ഇത് ഹൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഹൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെറ്റിങ്സ് കയറി മെസ്സപ്പ് ആവാണ്ടിരിക്കാനാണ്, സെറ്റിങ്സൊക്കെ മാറി ഒന്നും ഇതാണ്ടിരിക്കാനാണ് ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒന്ന് ഓണാക്കിയിട്ടിടുക. ഇത് ഓണാക്കിയതിന് ശേഷം ഇനി ബാക്കി സെറ്റിങ്സ് നമ്മുടെ PUBG മൊബൈലിൽ തന്നെ മാറ്റാനുണ്ട് ഗൈസ്. ഇനി ബാക്കി ഇതിലൊന്നും മാറ്റാനില്ല, നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലൊന്നും മാറ്റാൻ, ഇനി ഫുള്ള് മാറ്റാനുള്ള ഗെയിംസിലാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ PUBG ഗെയിം എടുക്കാൻ. സോ അപ്പോൾ നമ്മുടെ PUBG ഗെയിം ഞാൻ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. PUBGയിലെ സെറ്റിങ്സിലേക്ക് പോവുക. അങ്ങനെ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രാഫിക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ സെറ്റിങ്സ് ഒക്കെ കാണാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ കളിക്കുന്ന സെറ്റിങ്സ് ആണ് ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഗ്രാഫിക്സ് എന്ന് കാണാം. അതായത് സ്മൂത്ത് ബാലൻസ്ഡ് HDR എന്നൊക്കെ കാണാം. അതെപ്പോഴും സ്മൂത്തിൽ കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് തൊട്ട് താഴത്തിന് ഫ്രെയിം റേറ്റ് എന്ന് കാണണം. ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്രെയിം ഡ്രോപ്പ് ചെയ്യുമ്പോൾ അധികം ലാഗ്, ഫ്രെയിം ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ലാഗ് പോലെ തോന്നും. അപ്പോൾ ഫ്രെയിം എപ്പോഴും എക്സ്ട്രീമിൽ കൊടുക്കണം ഗൈസ്. അപ്പോൾ സ്മൂത്തിൽ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ എക്സ്ട്രീം കിട്ടൂ, ബാക്കി ഒന്നിലും എക്സ്ട്രീം കിട്ടൂല. HDയിലും HDRലൊക്കെ നിങ്ങൾ HDയിലൊക്കെ കളിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആവാൻ എല്ലാ വക ചാൻസ് ഉണ്ട്. അധികം ഫ്രെയിം റേറ്റ് കുറയും ഗൈസ്. അപ്പോൾ എപ്പോഴും സ്മൂത്തിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീം വരെ കിട്ടും ഗൈസ്. അപ്പോൾ മാക്സിമത്തിൽ കളിക്കുക. പിന്നെ അടുത്തെന്ന് പറയുന്നത് നിങ്ങളെ സ്റ്റൈല്, അതായത് ഇത് നിങ്ങളെ ക്ലാസിക് ആണോ, കളർഫുൾ ആണോ, റിയലിസ്റ്റിക് ആണോ. അപ്പോൾ എപ്പോഴും കളർഫുൾ കളിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അധികം സാനോക്കെ കളിക്കില്ല. അപ്പോൾ സാനോക്കിലൊക്കെ ഭയങ്കര കളർഫുൾ ഇത് കൊടുക്കുകയാണെങ്കിൽ എനിമീസിനൊക്കെ പെട്ടെന്ന് ഇത് സ്പോട്ട് ചെയ്യാൻ പറ്റും. എത്ര ദൂരത്തായാലും പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. നല്ല കളർഫുൾ ആയിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും, സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കളർഫുൾ കൊടുക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് ആൻറ്റി ഏലിയാസിങ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ആൻറ്റി ഏലിയാസിങ്, നേരത്തെ പറഞ്ഞ ഓപ്ഷൻ അതേപോലത്തെ ഒന്നാണിത്. അതും എനേബിൾ ചെയ്ത് വെക്കുക. അത് ഡിസേബിൾ ചെയ്യരുത്, അതും എനേബിൾ ചെയ്ത് വെക്കാം. പിന്നെ അടുത്തതാണ് മെയിനായിട്ട് നമ്മുടെ ബ്രൈറ്റ്നസ് എപ്പോഴും കൂട്ടിയിട്ട് തന്നെ വെക്കുക. അതായത് നമ്മുടെ ഈ സെറ്റിങ്സിൽ ഡിഫോൾട്ടായിട്ട് വരുന്നത് 100% ആണ് ഗൈസ്. അപ്പോൾ അതൊന്ന് കൂട്ടി 125 ആക്കാം. അപ്പോൾ അത് കറക്റ്റാണ്. അതിൽ നന്ന കൂടുതൽ വേണ്ട, 125 ആക്കാം. ഓക്കെ ഗൈസ്. പിന്നെ അടുത്തത് വരുന്നത് നോൺ സ്റ്റാൻഡേർഡ്, അതൊക്കെ നോർമലാക്കുക. പിന്നെ ഓട്ടോ അഡ്ജസ്റ്റ്, ഇത് അടുത്ത ഓപ്ഷൻ, ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോ അഡ്ജസ്റ്റ് ഗ്രാഫിക്സ് ഇതും എനേബിൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രെയിം റേറ്റ് നമ്മൾ എപ്പോഴെങ്കിലും ഡ്രോപ്പ് ആവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗ്രാഫിക്സ് അഡ്ജസ്റ്റ് ചെയ്യും. ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാഫിക്സ് അഡ്ജസ്റ്റ് ചെയ്യും ഫ്രെയിം റേറ്റ് അഥവാ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇതിലെ നമ്മുടെ സെറ്റിങ്സ്. അപ്പോൾ ഇത് ഓക്കെ അടിക്കിട്ട് അപ്ലൈ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞ ഈ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ മാറ്റിയിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലാഗ് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും ഗൈസ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബേസിക് കാര്യങ്ങളാണ്, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 64 GB സ്റ്റോറേജ് ഉണ്ടെങ്കിൽ, ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതിലൊരു മാക്സിമം 5-6 GB എങ്കിലും ഫ്രീ ആക്കിയിട്ടിടാം. മൊത്തത്തിൽ ഫുള്ളായിട്ട് കുത്തി നടക്കാണ്ട് 5-6 GB എങ്കിലും മിനിമം ഒരു 2 or 3 GB ഫ്രീ ആയിട്ട് ഇടുക. അല്ലാണ്ട് ഫുള്ളായിട്ട് കുത്തി നിറച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഗെയിം മാത്രമല്ല നിങ്ങളുടെ ഫോൺ തന്നെ ഹാങ് ആകും. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.
ആൻഡ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, PUBG കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ 10,000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്യാനായി ഏകദേശം 2,000 അങ്ങനെ വേണ്ടു സബ്സ്ക്രൈബേഴ്സ്. സോ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി പൊട്ടിച്ചേക്ക് ഗൈസ്. ഓക്കെ ഗൈസ്, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ more updates. Goodbye.